നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് നല്ല എരിവുള്ള ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 പിടി അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ അവിൽ നല്ല കനം കുറഞ്ഞ അവിലാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ് ഇടുന്നത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ മിക്സിയിലിട്ട പൊട്ടുകടല, അണ്ടിപ്പരിപ്പ്, വറ്റൽമുളകൊക്കെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയിൽ ഓരോ കഷ്ണം അണ്ടിപ്പരിപ്പിൻ്റെയും പിന്നെ പൊട്ടുകടലയൊക്കെ അങ്ങനെ കിടക്കണത് നല്ലതാണ്, അത് കുഴപ്പമില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 നുള്ള് അരിമോദകം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തു. അരിമോദകം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വറുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവണ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജീരകപ്പൊടി ചേർത്താലും അത് തന്നെയാണ്. ഇതിപ്പോൾ 2 നുള്ള് ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവിലൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നൈസായിട്ടുള്ള അവിലായതുകൊണ്ട് കഴുകി പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കൈകൊണ്ട് അമർത്തിയെടുക്കാം. ഇതിപ്പോൾ ഇത്തിരി കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ കഴുകിയെടുത്ത അവില ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി വെള്ളം മുഴുവനും കളഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുതിർത്തിയ അവിലും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കും. ഇനി ഈ കൂട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കണത്. വെളിച്ചെണ്ണ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ച് വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്യാം. ഇതാ കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ലൊരു വടയാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ ഇതും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും അളവ് എടുത്തപ്പോൾ 10 വടയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്വാദുള്ളൊരു വടയാണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, ഇതിങ്ങനെ തട്ടുമ്പോൾ സൗണ്ട് കേട്ടോളൂ, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.